ഹലോ, വെൽക്കം ടു MCS. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാങ്ക് നിക്ഷേപങ്ങളും ഡെപ്പോസിറ്റുകളും സുരക്ഷിതമാണോ എന്നതാണ്. അതിനു മുമ്പ് നമുക്കറിയാം RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ ബാങ്കുകളുടെ ബാങ്ക്. നമ്മൾ ആരും ഒരിക്കലും RBIയിൽ പോയിട്ട് റിസർവ് ബാങ്കിൻ്റെ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് നമ്മൾ ഒരിക്കലും സേവിംഗ് ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ മറ്റു നിക്ഷേപങ്ങളോ തുടങ്ങാറില്ല. അഥവാ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബന്ധപ്പെടുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളിലുള്ള, അത് ഗവൺമെൻറ് ആവാം, പ്രൈവറ്റ് ആകാം, കോപ്പറേറ്റീവ് ബാങ്കുകളാകാം, സ്മോൾ ഫൈനാൻസ് ബാങ്കുകളാകാം, ഫോറിൻ ബാങ്കുകളാകാം, വിദേശ ബാങ്കുകൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, HSBC പോലുള്ളവ ഇതിലാകാം. ഏത് ബാങ്കിലായിരുന്നാലും റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള സ്ഥാപനമായ DICGC എല്ലാ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾക്കും 5 ലക്ഷം വരെ കവറേജ് നൽകുന്നുണ്ട്, ഒരു സംരക്ഷണം നൽകുന്നുണ്ട്. അഥവാ ഒരു വ്യക്തി ഒരു ബാങ്കിൽ 5 ലക്ഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു ബാങ്കിൽ അയാൾക്ക് 10 ലക്ഷം രൂപയുടെ നിക്ഷേപം ഉണ്ടെങ്കിൽ, അത് സേവിംഗ് ബാങ്കോ റിക്കറിംഗ് ഡെപ്പോസിറ്റോ മറ്റെന്തുമാവട്ടെ, ഇൻ കേസ് ആ ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം വരെ അയാൾക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ ഓരോ ബാങ്കിലും ഈ പരിരക്ഷയുണ്ട്. നമുക്കറിയാം, പൊതുവായിട്ട് പറയുകയാണെങ്കിൽ പരിരക്ഷ 5 ലക്ഷമാണെങ്കിലും ഇന്ത്യൻ ബാങ്കുകൾ വളരെ സേഫാണെന്ന് നമുക്ക് പറയാം. അതിനർത്ഥം ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ഒരു പ്രശ്നമായിരുന്നു യെസ് ബാങ്ക്. യെസ് ബാങ്കിൽ ഒരുപാട് മാനേജ്മെൻറ്റ് തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ യെസ് ബാങ്കിനെ മറ്റുള്ള ബാങ്കുകളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട്, ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് അവരത് ഏറ്റെടുത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലുള്ള കുറച്ച് പ്രൈവറ്റ് ബാങ്കുകൾ കൂടി യെസ് ബാങ്കിൻ്റെ ഷെയറുകൾ ഏറ്റെടുത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. കാരണം ബാങ്കുകൾ ഒരിക്കലും പൊളിയാൻ വേണ്ടി ഗവൺമെൻറ് അനുവദിക്കില്ല. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇക്കോണമിയെ അത് സാരമായിട്ട് ബാധിക്കും. ബാങ്കിലുള്ള ഒരു സുരക്ഷിത, ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സാമ്പത്തികമായി മൊത്തത്തിൽ രാജ്യത്തിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ എപ്പോഴും ഗവൺമെൻറ് ബാങ്കുകളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പൊതുവായിട്ട് സംഭവിക്കുന്നത് വേറൊരു ബാങ്ക് അതിൽ മെർജ് ചെയ്യുകയാണ്, അതിൽ ലയിപ്പിക്കുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾ വളരെ സുരക്ഷിതവും ഗവൺമെൻറ് പരിരക്ഷ കിട്ടുന്ന രീതിയിലുള്ള നിക്ഷേപവും ആണ്. എന്നാൽ നമ്മൾ വലിയ രീതിയിലുള്ള നിക്ഷേപമാണ് നടത്തുന്നതെങ്കിൽ, ഒരുപക്ഷെ ചെറിയ ചെറിയ പ്രൈവറ്റ് ബാങ്കുകളിലൊക്കെ ആണെങ്കിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ഈ എമൗണ്ട് വിവിധങ്ങളായ ബാങ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും. Thank you for watching. Have a good day.